ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് പോകുന്നു. മലപ്പുറം കരിപ്പൂരിൽ ആരോപണ വിധേയനായ SHOയെ ഡിറ്റക്ടിംഗ് ഓഫീസറാക്കി പോലീസിന്റെ വിചിത്ര നടപടി. SHO M അബ്ബാസ് അലി അടുത്ത കാലം വരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇന്നലെ 40 ഗ്രാം MDMA പിടികൂടിയിരുന്നു. വീട്ടുടമ മുഹമ്മദ് കബീർ അടക്കമുള്ള 5 പ്രതികളെ ഡാൻസ് ഓഫ് സംഘമാണ് വലയിലാക്കിയത്. കബീറുമായി അടുത്ത ബന്ധമുള്ള SHO അബ്ബാസ് അലിയെ തന്നെ ഡിറ്റക്ടിംഗ് ഉദ്യോഗസ്ഥനാക്കിയതിലാണ് സംശയം ഉയരുന്നത്. സോണൽ കൃഷ്ണയുടെ വിവരങ്ങൾ നൽകാൻ. സോണൽ, അതെങ്ങനെയാണ് അങ്ങനെ ഒരു ആരോപണ വിധേയനായ SHOയെ ഡിറ്റക്ടിംഗ് ഓഫീസറാക്കി നടപടി എടുത്തിരിക്കുക? എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? പോലീസിന്റെ ഒരു വിചിത്ര നടപടി എന്താണ്? തീർച്ചയായിട്ടും ഇന്നലെയാണ് ഇത്തരത്തിൽ കരിപ്പൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് കബീറിന്റെ വീട്ടിൽ നിന്ന് 40 ഗ്രാം MDMA പിടിച്ചെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടോടെ തന്നെ 4 പേരെ പോലീസ് പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ പിന്നീടാണ് ഇതിലൊരു SHOയ്ക്ക് പങ്കുണ്ട് എന്നുള്ള വിവരം ഇന്നലെ തന്നെ പുറത്തു വരുന്നത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് സംഭവം ഈ കബീറിന്റെ വീട്, അതായത് കബീറിന്റെ ഉടമസ്ഥതയുള്ള ഈ MDMA പിടിച്ചെടുത്ത വീട്ടിന്റെ പരിസരത്താണ് ഈ SHO മുൻപ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വീട്ടുടമയായിട്ടുള്ള ഈ മുഹമ്മദ് കബീറിന് ഈ SHO അബ്ബാസ് അലിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് SSP നേരത്തെ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ലഹരി മാഫിയയുമായുള്ള പ്രതിയുടെ ഈ ബന്ധം, അതായത് ഈ SHOയുടെ ബന്ധം, അത് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് താക്കീത് ചെയ്തുകൊണ്ട്, അതായത് ഈ ഒരു പ്രതിയുമായി, അതായത് ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള ആളുടെ ഉടമസ്ഥതയുള്ള വീട്ടിലാണ് താങ്കൾ താമസിക്കുന്നത്, ഉടൻ തന്നെ അവിടുന്ന് മാറണമെന്ന് നിരവധി തവണ SHOയ്ക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവർ അവഗണിച്ചുകൊണ്ടാണ് ഇയാൾ മാസങ്ങളോളം ആ വീട്ടിൽ താമസിച്ചത്. കഴിഞ്ഞ ദിവസം, അതായത് അവിടെ നിന്ന് 40 ഗ്രാം MDMA പിടികൂടുന്നത് തൊട്ട് 2-3 ദിവസം മുൻപാണ് ഈ SHO അവിടെ നിന്ന് താമസം മാറുന്നത്. ഇതിന് പിന്നാലെയാണ് അവിടെ നിന്ന് 5 പേരെ, ഈ 40 ഗ്രാം MDMA പിടികൂടി 5 പേരിലേക്ക് അന്വേഷണ സംഘം എത്തി അവരെയും പിടികൂടുന്നത്. എന്നാൽ ഈ SHO അബ്ബാസ് അലിക്ക് ഡിറ്റക്ടിംഗ് ഉദ്യോഗസ്ഥനായി നിയമിക്കുന്ന അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം നിലനിൽക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം വന്നതിന് ശേഷം മാത്രമേ നടപടിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, വ്യക്തമാണ്. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.